എങ്ങനെയാണ് ഞാൻ ഇവരോട് സംസാരിക്കുക, ഏത് രീതിയിലാണ്, ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക, നമ്മൾ സ്റ്റക്കായി പോകുന്ന ചില നിമിഷങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്തേ, those who are new here, I am Dr. Susan Korit, life psychologist and transformation coach. Today നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പ്. സാധാരണ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നതിന്, പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ അത് ഏതൊക്കെ ടൈപ്പുകളാണ്, അതിൻ്റെ ഡീറ്റെയിൽസും ഏതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും എന്നുള്ളതാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഏത് റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് എനി റിലേഷൻഷിപ്പ്. അപ്പോൾ അവിടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രാൻസാക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫീലിങ്സ് ആണ്. അതായത് നമ്മൾക്ക് കുറച്ച് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കണം, അവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ ഇങ്ങോട്ട് കിട്ടണം. നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ തോട്ട് പ്രോസസ്സിനെയും നമ്മളുടെ ബിലീവ്സിനെയും. അപ്പോൾ കുറച്ച് തോട്ട് പ്രോസസ്സ് ഉണ്ട്, കുറച്ച് ബിലീവ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അവർ ഇങ്ങോട്ട് തരുന്നു. അങ്ങനെ പരസ്പരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഇങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പല രീതിയിലുള്ള കോൺവെർസേഷൻസ് ഉണ്ട്. നമുക്കറിയാം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലേ? അത് ബോഡി ലാംഗ്വേജ് വെച്ച്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ച് അങ്ങനെയുണ്ട്, റിട്ടൺ ഉണ്ട്, അതുപോലെ അങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഏതൊക്കെ ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് അഗ്രസീവാണ് വരുന്നത്. വളരെ അഗ്രസീവായിട്ട് ദേഷ്യത്തിലും റേജിലും ഫ്രസ്ട്രേഷനിലും ഇറിറ്റേഷനിലും വിൻഡിക്റ്റീവായിട്ടും അതുപോലെ തന്നെ നീരസത്തോടു കൂടിയും ഒക്കെയുള്ള രീതിയിൽ നമ്മുടെ ആങ്കർ ഔട്ട് ബേസ്റ്റുകളും ഒക്കെ കാണിക്കുന്നതാണ് അഗ്രസീവായിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഓർക്കും നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ മാത്രമേ ചെയ്യത്തുള്ളൂ. നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഇങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളിലുണ്ട്, അവരങ്ങനെയാണ്, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ബിഹേവിയർ അങ്ങനെയാണ്. പക്ഷേ ഈ അഗ്രസീവ് ബിഹേവിയർ ചിലപ്പോൾ വിക്ടിമും കാണിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫെഡപ്പ് ആവും. അവരുടെ ആ നമ്മൾ പറയത്തില്ല, ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പളക കണ്ടു, ഞാൻ എൻ്റെ ടോളറൻസിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തി എന്ന് പറയുമ്പോൾ ദേ മേക്ക് ദിസ് അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ അവരും കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് രണ്ടുപേരും തമ്മിൽ നല്ല ബഹളങ്ങൾ നടക്കുന്നതൊക്കെ ആ സമയത്താണ്. അവിടെ പല കാര്യങ്ങളും പൊട്ടിച്ചെതറും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ കയ്യാങ്കളികൾ വരും, ഇങ്ങനെയൊക്കെ വരും ആ അഗ്രസീവ്നെസ്സിനകത്ത്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് പാസീവായിട്ടുള്ള ഒരു ഇതാണ്. പാസീവ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഒന്നിനുമില്ല, എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരു പാസീവായിട്ടുള്ള ഒരു നേച്ചറാണ്. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായകയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് മിണ്ടാതിരിക്കുന്നു. അത് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നാർസിസിസ്റ്റും കാണിക്കാറുണ്ട്. അത് അവർ നമ്മളെ പണിഷ് ചെയ്യാനായിട്ട് കാണിക്കുന്നതാണ്. പാസീവായിട്ട് നമ്മളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ ആ പാസീവ്നെസ് ഉപയോഗിക്കുന്നത്. പക്ഷേ വിക്ടിമിലേക്ക് വരുമ്പോൾ ആ പാസീവ്നെസ് എന്ന് പറയുന്നത് അവർക്ക് ഭയമായിട്ടോ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടോ അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നുള്ള രീതിയിൽ, അല്ലെ അവർ പറയും മിണ്ടാതിരിക്കുന്നത് നല്ലത്, ഇതങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് അവർ മോസ്റ്റ്ലി പാസീവായിട്ട് പോകുന്നത്. അടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇവരുടെ എന്ന് പറയുന്നത് പാസീവ് അഗ്രസീവ്നെസ് ആണ്. പാസീവ് അഗ്രസീവ്നെസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലും ചില പാസീവ് അഗ്രസീവ്നെസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കൊരു സാധനം കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് ഇങ്ങനെ പല ഒച്ചയോടുകൂടി വെക്കുക, അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ രീതിയിലുള്ള, അതായത് നമ്മുടെ മുഖത്തുനിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും എത്രമാത്രം അഗ്രസീവ്നെസ് ഉണ്ട് എന്നുള്ളത്. അത് വേർഡിൽ എക്സ്പ്രസ് ചെയ്യാത്ത എന്തും, അതായത് പുറമേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത അഗ്രസീവ്നെസ് ഉണ്ടല്ലോ, അതെല്ലാം പാസീവ്. നമ്മുടെ മുമ്പിൽ വിസിബിളായിട്ട് അല്ലെങ്കിൽ പുറമേക്ക് കാണിക്കാത്തതെല്ലാം പാസീവായിട്ടുള്ള അഗ്രസീവ്നെസ് നമ്മൾ കാണിക്കുന്നതാണ്. നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്തേക്ക് പ്ലേറ്റ് അങ്ങോട്ട് കുത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പെണ്ണെടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരിക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ എന്താ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഓരോ പരിപാടികളൊക്കെ ഇല്ലേ, അത് കഴിച്ച് മുഖം വെച്ചിട്ട് നമ്മളിങ്ങനെ പറയും, ഇങ്ങനെ കുറച്ച് വീർപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആ രീതിക്ക് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എനിക്ക് വയ്യ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുക.
അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുന്ന എല്ലാം പാസീവ് അഗ്രസീവ്നെസ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ ചേഷ്ടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കൈകൊണ്ട് കാണിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒന്നും പറയാതെ അകത്ത് പോയിട്ട് കുട്ടികളെ പിടിച്ചിട്ട് അടിക്കുക, പട്ടിക്കിട്ട് കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ പൂച്ചയെ തൊഴിക്കുക, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് വലിച്ചെറിയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാസീവ് അഗ്രസീവനാണ്. ഇത് രണ്ടുപേരും കാണിക്കും. പാസീവ് അഗ്രസീവ് ചിലപ്പോൾ കൂടുതൽ വരുന്നത് ഒരു വിക്ടിമായിരിക്കും. കാരണം അത്ര സഹിക്കാൻ പറ്റില്ല, അവിടെ പോയെന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാതെ വരുമ്പോഴത്തേനും നമ്മളകത്ത് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ബെഡിനിട്ട് ഇടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഇടിച്ചു പൊട്ടിക്കുക, ചിലപ്പോൾ കൈയൊക്കെ ഭിത്തിക്കിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ അഗ്രസീവ്നെസ്സിനെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പാസീവ് അഗ്രസീവ്നെസ് കാണിക്കുമ്പോൾ അത് അയാൾ കണ്ടു കഴിഞ്ഞാൽ, പാസീവ് അഗ്രസീവ്നെസ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇതെന്ന് ഞാൻ പറയും. കാരണം അത് വേറൊരാൾ നമ്മളോട് പറയുന്നില്ല, പറയാതെ ആൾ കാണിക്കുന്നത് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, നോർമലി കണ്ടു കഴിഞ്ഞാൽ പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും വരും. കാരണം ഒന്നും പറയുന്നുമില്ല, കുറേ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മളെ കാണിക്കുമ്പോഴത്തേനും ആ പാസീവ് അഗ്രസീവ്നെസ് വരും. അത് പലപ്പോഴും നാർസിസിനേക്കാൾ കൂടുതൽ വരുന്ന ഒരു വിക്ടിമായിരിക്കും. പക്ഷെ നാർസിസിനും നല്ലൊരു കളികൾ നമ്മൾ ചില കോമൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുമ്പം നമുക്ക് അവിടെ അവർക്കിത് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പാസീവ് അഗ്രസീവിലൂടെ നമുക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻസ് തരും നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവർ. അതുപോലെ അടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് ദി അൾട്ടീരിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അൾട്ടീരിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ദേ വിൽ ബി ആൻ അൾട്ടീരിയർ മോട്ടീവ്. നമ്മളെ ഇങ്ങനെ കുത്തി പറയുക, പോക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിട്ട് നമ്മളെ മുറിവിൽ ഇച്ചിരി മുളക് തേക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കിട്ട് ഓരോരോ കുത്തു തട്ടുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു എനിക്കറിയാം ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് പറയുന്നത്, നമ്മളിത് എത്ര കണ്ടതാ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്, ചിലപ്പം മുഖം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ, ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തിളയ്ക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ നമുക്ക് പിന്നീട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ നമ്മളെ പറ്റി അറിയാം, അല്ലെങ്കിൽ അത് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ എടുത്തു കഴിഞ്ഞാലോ നമുക്ക് പ്രശ്നമാകും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളോ അവരിങ്ങനെ നമ്മളെ ചില ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയൊക്കെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കും. അൾട്ടീരിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കമ്മ്യൂണിക്കേഷനാണ്. അതിനകത്ത് ഒരു വിൻഡിക്റ്റീവ് നേച്ചർ, ഒരു പ്രതികാരത്തിലേക്കൊക്കെ മനുഷ്യർ പോകുന്ന, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് ഒരു ബിഹേവിയർ മാറാനായിട്ട് സാധ്യതയുള്ളതാണ് അൾട്ടീരിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ സാധാരണ ഒരു നാർസിസിക് റിലേഷൻഷിപ്പിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് നോക്കുമ്പോൾ ഈ രീതിയിലെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷനെ അറിയാനായിട്ട് പറ്റുമ്പോൾ നമ്മൾ ഈ അഗ്രസീവ് ആൻഡ് പാസീവ് എന്നുള്ളതിലേക്ക് നോക്കും. അത് കഴിഞ്ഞാണല്ലോ പാസീവ് അഗ്രസീവും അൾട്ടീരിയറും വരുന്നത്. അപ്പോൾ അഗ്രസീവ് ആൻഡ് പാസീവാണ് മെയിനായിട്ട് നമ്മൾ കാണുന്ന കോമ്പിനേഷൻ്റെ ആ ഒരു നമ്മൾ കാണുന്നത്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ മുകളിൽ കയറി നിൻ്റെ മുകളിലാണ് ഞാൻ, നിൻ്റെ മുകളിലാണ് നിന്നുകൊണ്ട് നിന്നെ ഞാൻ കൺട്രോളിൽ കൊണ്ടുവന്ന് എൻ്റെ പവർ അനുസരിച്ച് നിന്നെ താഴ്ത്തി നിനക്ക് ഞാൻ ഉപദ്രവിക്കുന്നത്, അതാണ് അഗ്രസീവ്. നിൻ്റെ മുകളിലാണ് ഞാൻ. ഓക്കെ, അതായത് ഇൻ അഗ്രസീവ്നെസ്സിൽ ഐ സ്റ്റെപ്പ് ഓൺ യു. ഇനി പാസീവ്നെസ്സിലാണെങ്കിൽ യു സ്റ്റെപ്പ് ഓൺ മീ. ഞാൻ പാസീവ് ആകുമ്പോൾ നിങ്ങൾ എൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു, ഞാൻ അഗ്രസീവ് ആകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഇനി ഏതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അസേർട്ടീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരിക്കലും പാസീവ് ആവില്ല, നമ്മൾ ഒരിക്കലും അഗ്രസീവും ആവില്ല, നമ്മൾ ഒരിക്കലും പാസീവ് അഗ്രസീവും ആവില്ല. അപ്പം എങ്ങനെയാണ് ഒരാൾ അസേർട്ടീവ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റൻഷൻ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മോട്ടീവ്, വൈ ഐ കമ്മ്യൂണിക്കേറ്റ് സംതിങ് ഐ കമ്മ്യൂണിക്കേറ്റ്, വൈ ഐ ഡു സംതിങ് ഐ ഡു, ഇതെല്ലാം അവർക്ക് വളരെ ക്ലിയർ ആയിരിക്കും. മോട്ടീവ് വളരെ ക്ലിയർ ആയിരിക്കും. എന്നിട്ട് അത് വളരെ നല്ല രീതിയിൽ ദേ എക്സ്പ്രസ് ഇൻ എ കിസ് ഫോർമാറ്റ്. അതായത് അവർ അതിനെ ഒരു കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ മാനറിൽ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ, അഗ്രസീവ് ആവില്ല, പാസീവ് ആവില്ല, പാസീവ് അഗ്രസീവ് ആവില്ല, കറക്റ്റ് പിച്ച്, കറക്റ്റ് ടോണ്, കറക്റ്റ് ബോഡി ലാംഗ്വേജ്, കറക്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷനിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റാൻഡ് ഫേം ആൻഡ് കോൺഫിഡൻറ്റ് ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ അവരോട് കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അസേർട്ടീവായിട്ടുള്ള ഒരു രീതി. അതായത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയുക എന്നുള്ളതാണ്
ഒരു അസേർട്ടീവ്നെസ്. അതിന് പല ടെക്നിക്സുകളുണ്ട്, അതൊക്കെ നമുക്ക് വേറെ ഒരു സമയത്ത് വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്നാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ ഏതൊക്കെയാണ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് നടക്കുന്നത്, ഇതെല്ലാ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇന്നെ നാർസിസിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് എൻ്റെ നാർസിസിക് പാർട്ട്ണർ അല്ലെങ്കിൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി എൻ്റെ റിലേഷൻഷിപ്പിൽ അത് യൂസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുക. അതിന് പല രീതിയിലുള്ള ടെക്നിക്സുകളൊക്കെ നമ്മൾ വേറെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അസേർട്ടീവായിട്ട് നിന്നുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഫേമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, വേണ്ടത് മാത്രം, ഒരു പൊടി പോലും കൂടുതൽ പറയില്ല, കുറവും പറയില്ല, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും വളരെ പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.